ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉച്ചക്കത്തെ കുക്കിങ്ങും കാര്യങ്ങളും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാനുള്ള കുറച്ച് ടിപ്പും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് കറണ്ട് പോകുന്നുള്ള പേടിയിലുകൊണ്ട് ഞാനിവ മോട്ടർ ഇട്ടിട്ടാ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷം സമാധാനത്തിനും ഒരു തീരുമാനമാവും. ഇന്നുണ്ടല്ലോ കറി വെക്കാനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നമ്മളെ സ്ട്രീറ്റിൽ ചുറ്റിപ്പറ്റി നടന്നപ്പോൾ ഒരു കർമ്മൂസൊക്കെ ആയിട്ട് ഞാനൊന്ന് വെറൈറ്റി ആക്കിയാണ് പപ്പായൊന്നും പറയട്ടെ. അപ്പം ഇന്ന് ഇത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാര്യം പറഞ്ഞതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സമാധാനം സന്തോഷം വരുമൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കില്ല കേട്ടോ. അതാണ് പിന്നെ ജീവിതമല്ല ഉള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുന്നിടത്താണ് നമ്മൾ നല്ലൊരു വ്യക്തിയും കൂടെ ആവുന്നത് കേട്ടോ. പിന്നെ ഒരു പ്രശ്നമില്ലാതിരിക്കാൻ ഇത് ആഹാരമൊന്നുമല്ലല്ലോ, ദുന്യാവിലെ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകലല്ലോ നമ്മളൊരു കടമകൾ. എല്ലാവരുടെ ജീവിതത്തിലും ഈ പപ്പായ കിടക്കുന്നുണ്ട് ഇതുപോലെ കാരണം പ്രശ്നങ്ങൾ, ഇതിന് ഓരോന്ന് ഇത് കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്ത് മാറ്റിയാൽ നമ്മുടെ ജീവിതം സന്തോഷമാവും. അതിന് നമ്മൾ ഓരോരോ നല്ല നല്ല മാർഗ്ഗങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഏതൊരു പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ സൊല്യൂഷൻ എത്തും മുമ്പേ ഈ ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് നമ്മളെ മൈൻഡിൽ ഫുള്ള് ഡിസ്റ്റർബായിട്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. കാരണം അത് നമുക്കൊരു ഉപകാരം ചെയ്യില്ല. അത് നമ്മളെ ബോഡി പാർട്ടിൽ ഓരോന്നിനും നശിപ്പിക്കുക എന്നല്ലാതെ നമുക്കതുകൊണ്ട് ഒരു ഉപകാരമില്ല. എന്തായാലും ഇതൊരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സൊല്യൂഷൻ എന്തായാലും വൈകിയായാലും നമ്മൾ ഇതിൽ എത്തിച്ചേരും. പിന്നെ അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബായി നടന്നിട്ട് എന്ത് കാര്യമുള്ളത്? അപ്പോൾ എന്ത് പ്രശ്നം ജീവിതത്തിൽ വന്നാലും നമ്മൾ ബോൾഡായി നിൽക്കുക, സ്ട്രോങ് ആയിട്ട് നിൽക്കുക, എന്നിട്ട് അതിനെ തരണം ചെയ്യുക. പിന്നെന്തല്ലോ ഒരു വ്യക്തിനെ വെച്ചിട്ട് നമ്മളും അവരും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് സംസാരിക്കുക. അതായത് അയ്യോ എനിക്ക് ഓളെപ്പോലെ ആവാൻ പറ്റില്ല, ഓളെ ലൈഫ് എന്തൊരു അടിപൊളിയാണ്, എൻ്റെ ജീവിതം എന്താ റബ്ബേ ഇങ്ങനെ, ഞാൻ എൻ്റെ റബ്ബേ ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെയൊക്കെ നമ്മളെ സ്വയം കുറ്റപ്പെടുത്താറുണ്ട്. അല്ലെങ്കിൽ നമ്മളങ്ങനെ സംസാരിക്കാറുണ്ട്, സങ്കടം പറയാറുണ്ട്. ഞാനങ്ങനെ ചെയ്തിരുന്ന ഒരാളാട്ടോ. പക്ഷെ പിന്നീടാണ് എനിക്കിതിൻ്റെ ഒരു മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ടായിട്ട് എടുക്കുക, ഒന്നും ഞാൻ നെഗറ്റീവായിട്ട് എടുക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ നല്ല സമാധാനം സന്തോഷമുണ്ട്. നമ്മളെപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടും ബോൾഡായിട്ടും എന്നെക്കൊണ്ട് എല്ലാം പറ്റും എന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളുണ്ടല്ലോ നമ്മളെ കുറവിനേക്കാളും കൂടുതൽ നമുക്ക് ഇന്ന് ഉള്ളതിനാണ് കേട്ടോ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. കാരണം നമുക്ക് റബ്ബ് കാഴ്ച തന്നിട്ടുണ്ട്, കേൾവി തന്നിട്ടുണ്ട്, നടക്കുക. നമ്മുടെ ബോഡി പാർട്സിന് മാഷാ അല്ലാഹ് ഒരു കംപ്ലൈൻറ്റ് കൂടാതെ നമ്മളെ റബ്ബ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഒരു നേരമെങ്കിലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയില്ല. നമ്മളെപ്പോഴും നിസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കാതെ നമ്മുടെ സങ്കടങ്ങളും നമ്മളെ ഇല്ലായ്മകളും പോരായ്മകളുമാണ്. ചിലർ പറയുന്നുണ്ടാവും, എന്നാൽ ഞാനുൾപ്പെടെ എല്ലാവരും പറയുന്നില്ല. കാരണം എല്ലാവരും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എന്ത് കാര്യത്തിനാണ്? നമ്മുടെ ഇല്ലായ്മകൾക്കും പോരായ്മകൾക്കും സങ്കടങ്ങൾക്കുമാണ്. ഈ ചിരട്ട പോലെ ആയിരിക്കണം നമ്മളെ മൈൻഡിൽ ഒന്നും പാടില്ല. അതായത് പ്രശ്നങ്ങളും കാര്യങ്ങളും കേട്ടോ. കാരണം അതിലത് ഒട്ടിപ്പിടിച്ചിന് അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ അതൊക്കെ ജീവിതത്തിലുണ്ടാവും. അതില്ലെങ്കിൽ നമ്മൾ പടച്ചിറപ്പിനെ മറന്നു പോകില്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ മൈൻഡിനെ നമ്മൾ ഫ്രീ ആക്കിയിടുക. എപ്പോഴും ടെൻഷനും സങ്കടങ്ങളും വിഷമങ്ങളും നിറച്ച് വെക്കാതെ മൈൻഡ് ഫുൾ ഫ്രീ ആക്കിയിട്ടാൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം സന്തോഷവും ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ജീവിതത്തിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ഫുൾ ഡിസ്റ്റർബ് ആവും. ഇപ്പോൾ ഈ ഒരു മീൻ കണ്ടപ്പോൾ ഞാൻ ഫുൾ ഡിസ്റ്റർബായി. കാരണം എനിക്കത് നന്നാക്കിയിട്ട് ഒട്ടും, പക്ഷേ ഇത് നന്നാക്കാൻ പറ്റും എന്ന കോൺഫിഡൻറ്റും അതിനോടൊപ്പം ഇത് നന്നാക്കാൻ പറ്റുന്ന നല്ല മൂർച്ചുള്ള നല്ല വെറൈറ്റി ആയുധങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ തന്നെയാണ് പ്രശ്നങ്ങളും. ഏത് പ്രശ്നം വന്നാലും അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് പറ്റും. നമ്മളിൽ പലരുണ്ടല്ലോ ഹൈ ലെവൽ ആലോചിച്ച് സങ്കടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്നവരാണ്. കാരണം ഇന്നെല്ലാവർക്കും എനിക്ക് സ്വന്തമായിട്ട് എല്ലാം വേണം എന്നാഗ്രഹിക്കുന്നതും അതിന് വേണ്ടിയിട്ട് പ്രയത്നവരാണ് ഇന്ന് കൂടുതലും ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഉണ്ടല്ലോ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഒരു വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല എന്ന കാര്യത്തിൽ ടെൻഷൻ എടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമുക്ക് ഇന്ന് കയറി കിടക്കാൻ ഒരു വീടുണ്ട്, എന്നാലും മാസവാടക കൊടുത്ത് നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതേപോലെ റോഡരികിൽ കിടക്കുന്ന ഒരുപാടാണ്. റോഡരികിൽ പോലും കിടക്കാൻ പറ്റാത്തവരുണ്ട്. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമ്മളൊക്കെ ഏറ്റവും വലിയ നിലയിലാണ് ഇന്ന് ജീവിക്കുന്നത്. പിന്നെ അവർക്കില്ലാത്ത സമാധാനം സങ്കടം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് കാര്യത്തിനാണ്? ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുമ്പോഴും അതേപോലെ വിഷമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അല്ലേ, ഇതൊന്നും ഇല്ലാത്ത നമ്മുടെ വിഷമങ്ങളൊക്കെ ഒരു വിഷമങ്ങളാണോ?
അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടിരിക്കും. നമ്മൾ ഓരോ പ്രശ്നങ്ങൾ തലയിൽ വെച്ച് നമ്മുടെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകും. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴല്ലോ നമ്മുടെ നല്ല കാലങ്ങളായിരിക്കാം വേസ്റ്റായി പോയിട്ടുണ്ടാവുക. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അതൊരിക്കലും നമുക്ക് കഴിഞ്ഞു പോയാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ല സമയം നമ്മൾ വേസ്റ്റ് ആക്കാതിരിക്കുക. അപ്പോൾ ഈ മീൻ നന്നാക്കാനേ ഞാൻ കുറച്ച് ടൈം എടുത്ത്, കറിക്കത് പരിചയമില്ല. നേരെ വെച്ച് അതിൽ ഞാൻ പെട്ടെന്ന് നന്നാക്കി അതെനിക്ക് നന്നാക്കിയിട്ട് നല്ല പരിചയമുണ്ട്. അതേപോലെ തന്നെയാണ് ഓരോരോ പ്രശ്നങ്ങളും. ചില പ്രശ്നങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും, എന്നാൽ ചില പ്രശ്നങ്ങൾക്ക് ടൈം എടുത്തിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും അത് ടൈം എടുത്തിട്ടുള്ളതായാലും അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നതിലും അതിനൊരു സൊല്യൂഷൻ അതെന്തായാലും വൈകിയാലും ആ ഒരു സൊല്യൂഷൻ നമ്മളിതിൽ എത്തിച്ചേരും എന്ന സമാധാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. എന്തും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ബോൾഡായിട്ട് എനർജി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. അതേപോലെ ഞാനിപ്പോൾ ഈ മീൻ കായം തേക്കുന്നത് നൗണ്ടി തേക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതെന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കൈമ മുറിയാണ്. അപ്പോൾ ആ ഒരു മുറി ഉണ്ടാകുമ്പോൾ ഇമ്മ പറയും എരുമ്പുള്ളിയും തട്ടുമ്പോൾ മുറി പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ പിന്നെ ചില സമയങ്ങളിൽ മുറി മാറാനായിട്ട് മീൻ കായം തേച്ച സമയം ഇല്ലാതില്ല. കായം തേക്കുമ്പോൾ ചില പൊട്ടലും ചീറ്റലുണ്ടായാലും പിന്നെ ഒരു മനസ്സുഖം തരും. അങ്ങനെ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ സംസാരത്തിൽ കൂടെ അങ്ങനെ കഴിഞ്ഞ് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ക്ലീനിങ് പരിപാടി മാത്രമേ ഉള്ളൂ. കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജീവിച്ച് പഠിച്ച കാര്യങ്ങളും അതേപോലെ മറ്റുള്ളവരിൽ നിന്ന് കേട്ട് പഠിച്ച കാര്യങ്ങളും ഒരുപാട് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്തത്. അപ്പോൾ അതിൽ നല്ല പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എന്തെങ്കിലും വിട്ടിത്തം പറഞ്ഞെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്.